ഹായ് ഗായ്സ്, അപ്പം ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. എമ്പുരാൻ എമ്പുരാൻ സിനിമ കണ്ടു. കുറച്ച് ലേറ്റായി റിവ്യൂടെ. അതായത് എമ്പുരാൻ സിനിമ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീസർ കണ്ടപ്പോൾ എന്താണ് എനിക്ക് കിട്ടിയത്, ആ സെയിം സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് എല്ലാവരും പറഞ്ഞു അടിപൊളിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അത് നല്ലൊരു ഇത് തന്നെയാണ്. കാരണം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു കിടിലൻ ഫ്രെയിം, എന്താ പറയുക, ഓരോ ഷോട്ടും ഇതെല്ലാം അടിപൊളിയാണ്. കാരണം ഞാൻ ഇത്ര ഇത് മേക്കിംഗ് പ്രതീക്ഷിച്ചില്ല. അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ക്രിപ്റ്റ് കുഴപ്പിക്കുന്ന സ്ക്രിപ്റ്റാണ്. അത് പൃഥ്വിരാജ് അതെങ്ങനെ അത് ഡയറക്ഷൻ ചെയ്തെടുത്ത്, അതായത് ഫസ്റ്റിലും ഇതേപോലെ തന്നെയാണ്, സ്ലോ ബേസ് ആണ് സ്ക്രിപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ ഒരു ആവറേജ് സിനിമയാണ് ഈ ലൂസിഫർ. ഇതും അതിൻ്റെ അത്ര വന്നിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നെഗറ്റീവ് പറയുകയാണ്, ഇവൻ ആ ഫാൻസാണ് എന്നൊക്കെ പറയും. അതൊന്നല്ല. ലൂസിഫറിൻ്റെ എനിക്ക് ആവറേജ് ഫസ്റ്റ് കിട്ടിയ അതിൻ്റെ അത്ര എമ്പുരാനും വന്നിട്ടില്ല. പിന്നെ ഇതിൽ മോഹൻലാലിന് ഒരു റോളും ഇല്ല. സത്യം പറയാലോ, ഒരു റോളും ഇല്ല. ഞാൻ വിചാരിച്ചു എന്തിനൊക്കെ ഒരു ഫൈറ്റോ കാര്യങ്ങളുണ്ടാവും. ഫൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മോഹൻലാലിൻ്റെ റോളില്ല. ഇതിൽ ഗംഭീരമായിട്ട് ക്യാരക്ടർ ചെയ്തേക്കണത് മഞ്ജു വാര്യരാണ്. ഈ സിനിമയിൽ നല്ലൊരു കിടിലൻ ക്യാരക്ടറാണ് ചെയ്തു വെച്ചേക്കണത്. ഇത് പറയുമ്പോൾ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്. ഫസ്റ്റിൽ വലിയ കുഴപ്പമുണ്ടായില്ല, ഇതിൽ വളരെ മോശമാണ്. എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതായത് ഒരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല, ഇനി കാണാത്തവരും ഉണ്ടാവും. അതിൽ BGM ഇട്ടേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ അശ്വിൻ ഗോക്കിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ പുള്ളി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അശ്വിൻ ഗോക്ക് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് സാധനം തന്നെയാണ്. അത് ആ ജംഗിൾ ഫൈറ്റിലെ ആ മ്യൂസിക്, അത് പഴയതിൻ്റെ ഇതും മിക്സ് ചെയ്തിട്ട് ഫൈറ്റ് സീനിൽ ഇട്ട് കൊടുത്തേക്കാണ്. അത് ഒരു എന്താ പറയുക, വളരെ, അതായത് ഫൈറ്റ് ചെയ്യുമ്പോൾ വേറെ മ്യൂസിക് വേറെ, ആ രീതിയിലാണ് കമ്പോസ് ചെയ്തേക്കണത്. അപ്പോൾ അത് എന്താ പറയുക, ഒരു വേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈറ്റും തീരെ മോശമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ക്യാരക്ടർ മഞ്ജു വാര്യർ അടിപൊളിയായിട്ട് ചെയ്തേക്കണത്. പിന്നെ ടോവിനോ തോമസ് ഉണ്ട്, ആവറേജ് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് സുരാജ് വെഞ്ഞാറമൂട് അത്യാവശ്യം കുറച്ചുകൂടി നല്ല രീതിയിൽ പുള്ളിയുടെ ഈ സുരാജ് വെഞ്ഞാറമൂട് അടിപൊളിയായിരുന്നു. പിന്നെ ബൈജു അടിപൊളിയായിരുന്നു. സാനി അയ്യപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, സാനി അയ്യപ്പൻ വെറുതെ പിടിച്ച് കയറ്റിയിരുത്തേനാണ്, ഒരു ഗ്യാപ്പ് വരണ്ടേ. പിന്നെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് കൊടുക്കേണ്ടത്, ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആൻ്റണി പെരുമ്പാവൂർ ഇതിലൊരു റോള് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് പറയണം. എനിക്കതൊരു എന്താ പറയുക, കോമഡി ആയിട്ട് തോന്നിയത്. ഉള്ളതുപോലെ പറയണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ എമ്പുരാൻ്റെ എക്സ്പീരിയൻസ്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടോ. ഇത് എന്താ പറയുക, ഒറ്റപ്പടമോ ഒന്നുമല്ല. തിയേറ്ററിൽ ഞാൻ പറഞ്ഞില്ല, മേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. പിന്നെ ലൂസിഫറിൻ്റെ കണ്ടിട്ട് ഇത് പോയി കാണരുത്. ഇത് വേറൊരു ഇതിലാണ് പോണത്. ഇനി L3 വരുന്നുണ്ട്, അതിൻ്റെ എൻഡിങ് തന്നെ അതും എന്താ പറയുക, സ്പോയിലർ ആവും. അതും വളരെ മോശമാണ്. മൊത്തത്തിൽ എനിക്ക് ഈ പടം എന്താ പറയുക, ഒരു ആവറേജ് രീതിയിലാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തീരെ കുറച്ച് സംഭവം നേരത്തെ പറഞ്ഞ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആകെ ഒരു ക്യാരക്ടർ ചെയ്ത മഞ്ജു വാര്യർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ക്യാരക്ടർ, ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട്, അങ്ങനെ കുറച്ച് പേര്, ബൈജു, അങ്ങനെ കുറച്ച് പേര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീനുണ്ട്. പൃഥ്വിരാജ് കുഴപ്പമില്ല, പൃഥ്വിരാജിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ അടിപൊളിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. L3 വന്നോ വേണ്ടോ ആലോചിച്ചിട്ട് എടുക്കുക. അതിൻ്റെ എൻഡിങ് ഒരു സാധനം ഇട്ടിട്ടാണ് അത് പടം നിർത്തിയേക്കണത് L3. നമ്മൾ പ്രതീക്ഷ ക്യാമിയോ റോളൊന്നുമില്ല. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. ഇന്നിപ്പോൾ സൺഡേ ആയിട്ടുള്ളൂ, പെട്ടെന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് എൻജോയ്മെൻറ്റ് ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്.